കഴിഞ്ഞ ആഴ്ച എക്സാക്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ ജൂലൈ 29-ാം തീയതി നമ്മളുടെ യൂണിയൻ HRD മിനിസ്ട്രി പുതിയൊരു നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി കൊണ്ടുവരികയാണ്, അഥവാ ഒരു വിദ്യാഭ്യാസ നയം കൊണ്ടുവരികയാണ്. ഈ വിദ്യാഭ്യാസ നയം കൊണ്ടുവരാനുണ്ടായ പശ്ചാത്തലം എന്താണ്? ഈ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയിലുള്ള കാര്യങ്ങൾ എന്താണ്? ഈ പോളിസി നമ്മുടെ ഗവൺമെൻറ് പറയുന്നത് പോലെ ഒരു ഗ്ലോബൽ സ്റ്റാൻഡേർഡിലുള്ള ഒന്നാണോ? ഇക്കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ കൂടെ നോക്കാൻ പോകുന്നത്. നമസ്കാരം ഫ്രണ്ട്സ്, വെൽക്കം ടു V2 World. നമ്മുടെ കുട്ടികൾ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു എഡ്യൂക്കേഷണൽ സിസ്റ്റം എന്നത് ഏതാണ്ട് 3 പതിറ്റാണ്ടുകൾക്ക് മുന്നേ, എക്സാക്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ 34 വർഷം, അതായത് 1986-ൽ പുറത്തിറങ്ങിയ ഒരു എഡ്യൂക്കേഷണൽ പോളിസിയെ ബേസ് ചെയ്തിട്ടുള്ള ഒന്നാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു സിസ്റ്റം കുറച്ചൊരു ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റം തന്നെയാണ്. ഇതിനെ മാറ്റിമറിക്കുന്ന അല്ലെങ്കിൽ ഈ സിസ്റ്റത്തെ അടിമുടി മാറ്റുന്ന ഒരു പോളിസിയാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച കണ്ട നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി. ഈ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി കൊണ്ടുവരാനുള്ള തീരുമാനമെടുത്തത് 2016-ലാണ്. ആ 2016-ൽ TSR സുബ്രഹ്മണ്യൻ കമ്മിറ്റി കൊടുത്ത റിപ്പോർട്ട് പ്രകാരമാണ് ഗവൺമെൻറ് ഈ ഒരു പുതിയ എഡ്യൂക്കേഷണൽ പോളിസി കൊണ്ടുവരാനുള്ള തീരുമാനമെടുക്കുന്നത്. 2017 ജൂലൈയിൽ കസ്തൂരിരംഗൻ എന്ന് പറയുന്ന വ്യക്തിയുടെ കീഴിൽ ഗവൺമെൻറ് ഇതിനു വേണ്ടിയിട്ട് ഒരു കമ്മിറ്റി രൂപീകരിക്കുകയും ചെയ്തു. 2019 അവസാനമായപ്പോൾ ഈ കമ്മിറ്റി ഒരു ഡ്രാഫ്റ്റ്, അതായത് നാഷണൽ എഡ്യൂക്കേഷണൽ പോളിസിയുടെ ഒരു ഡ്രാഫ്റ്റ് നമ്മുടെ ഗവൺമെൻറ്റിന് കൈമാറി. ഏതാണ്ട് 484 പേജുകളായിരുന്നു ഈ ഡ്രാഫ്റ്റിൽ ഉണ്ടായിരുന്നത്. ഈ ഒരു ഡ്രാഫ്റ്റിലുള്ള കാര്യങ്ങൾ പഠിക്കുകയും അതിൽ നിന്നും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ എടുത്തുമാണ് നമ്മളുടെ കഴിഞ്ഞ ആഴ്ച പുറത്തിറങ്ങിയ വിദ്യാഭ്യാസ നയം രൂപീകരിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ NEP-യിലുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്താണെന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ അതിൽ ആദ്യത്തേതെന്ന് പറയുന്നത് നമ്മളുടെ ഈ സോ കോൾഡ് 10+2, അതായത് മൊത്തം 12 വർഷത്തെ സ്കൂളിംഗ് മാറ്റി 5+3+3+4 ഇങ്ങനെയുള്ള ഒരു സിസ്റ്റം ഗവൺമെൻറ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. എന്താണ് ഈ 5+3+3+4 എന്ന് പറയുന്ന സിസ്റ്റം? നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ പഴയ അല്ലെങ്കിൽ നമ്മുടെ എഡ്യൂക്കേഷണൽ പോളിസിയുടെ പഴയ സിസ്റ്റം എടുത്ത് നോക്കുകയാണെങ്കിൽ 10+2 മൊത്തം 12 വർഷമാണ് ഒരു സ്കൂളിംഗ് സൈക്കിൾ എന്ന് പറയുന്നത്. പക്ഷേ ഈ പുതിയ സിസ്റ്റം പ്രകാരം 5, 3, 3, 4 എന്ന് പറയുമ്പോൾ 15 വർഷം വരുന്നില്ലേ? എങ്ങനെയാണ് ഈ 3 വർഷം കൂടുതലായി എന്നുള്ള ഒരു സംശയം പലർക്കും ഉണ്ടാകും. ഇത് വേറൊന്നുമല്ല, നമ്മളുടെ ഈ കിൻഡർ ഗാർഡൻ, അതായത് pre-KG, LKG, UKG ഈ 3 ക്ലാസ്സുകളെയും കൂടി ഗവൺമെൻറ് ഈ ഒരു സ്കീമിൽ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളത് മാത്രമാണ് ഇതിലുള്ള വ്യത്യാസം. അങ്ങനെയാണ് ഈ 15 വർഷം വരുന്നത്. ഈ ആദ്യത്തെ 5 വർഷം എന്ന് പറയുന്നത് ഫൗണ്ടേഷണൽ സ്കൂളിംഗ് ആയിട്ടാണ് ഗവൺമെൻറ് പറയുന്നത്. അതായത് ഈ ഒരു സമയത്ത് ഫുൾ ആൻഡ് ഫുൾ ആക്ടിവിറ്റി ബേസ്ഡ് ലേണിംഗ് മാത്രമാണ് കുട്ടികൾക്ക് ഉണ്ടാകുക. ഈ ഒരു സമയത്ത് കുട്ടികൾ കാര്യങ്ങൾ കണ്ടു പഠിക്കുകയാണ് കൂടുതലായിട്ട് ചെയ്യുക. അതായത് എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ചെയ്ത് പഠിക്കുക, ഈ ബുക്ക് മാത്രം നോക്കി പഠിക്കുക അല്ലെങ്കിൽ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് കുട്ടികൾ മനസ്സിലാക്കുന്നതിലുപരി ഒരു കാര്യം കണ്ടു പഠിക്കുക അല്ലെങ്കിൽ ചെയ്ത് പഠിക്കുക എന്നുള്ള ഒരു രീതിയാണ് ഈ ഒരു സമയത്ത് കുട്ടികൾക്ക് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. രണ്ടാമത്തെ 3 വർഷം, അതായത് 3-ാം ക്ലാസ് മുതൽ 5-ാം ക്ലാസ് വരെയുള്ള സമയം, ഈ ഒരു സമയത്താണ് ഒരു കുട്ടി ആക്ടിവിറ്റി ബേസ്ഡ് ലേണിംഗിൽ നിന്നും പതിയെ ക്ലാസ് റൂം ബേസ്ഡ് ലേണിംഗിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്തെ പ്രിപ്പറേറ്ററി സ്കൂളിംഗ് എന്ന് വിളിക്കാം. മൂന്നാമത്തെ 3 വർഷം അഥവാ 6-ാം ക്ലാസ് മുതൽ 8-ാം ക്ലാസ് വരെയുള്ള സമയം, ഈ ഒരു സമയത്തെ മിഡിൽ സ്കൂൾ എന്നാണ് പറയുന്നത്. ഈ ഒരു മിഡിൽ സ്കൂളിലെത്തിയ കുട്ടികൾക്കായി വളരെ വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ പുതിയ എഡ്യൂക്കേഷണൽ പോളിസിയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. അതിൽ ആദ്യത്തേതെന്ന് പറയുന്നത് വൊക്കേഷണൽ കോഴ്സുകളെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് എന്നതാണ്. കാർപ്പൻട്രിങ്, പ്ലംബിംഗ്, ഇലക്ട്രിക്കൽ വർക്ക്, പെയിൻറ്റിങ് ഇങ്ങനെ മുതലായ ഒരുപാട് വൊക്കേഷണൽ കോഴ്സുകളാണ് ഈ കുട്ടികൾക്കായി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് കോഡിംഗ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് എന്നാണ്. അതായത് ബേസിക് ആയിട്ടുള്ള കോഡിംഗ് ഇനി മുതൽ 6-ാം ക്ലാസ് മുതൽ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കാനാണ് ഈ പുതിയ എഡ്യൂക്കേഷണൽ പോളിസിയിലുള്ള തീരുമാനം. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ബാഗ്ലെസ് ഡേയ്സ് കൂട്ടുക എന്നുള്ളതാണ്. 4-ാം ഘട്ടം അഥവാ അവസാനത്തെ 4 വർഷം, അതായത് 9-ാം ക്ലാസ് മുതൽ 12-ാം ക്ലാസ് വരെയുള്ള സമയം, ഈ ഒരു സമയത്തെ സെക്കൻഡറി സ്കൂളിംഗ് എന്നാണ് പറയുന്നത്. ഈ ഒരു സെക്കൻഡറി സ്കൂളിങ്ങിലുള്ള കുട്ടികൾക്കായി കൊണ്ടുവന്നിട്ടുള്ള മാറ്റങ്ങൾ എന്താണെന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു സമയത്ത് ക്ലാസ് റൂം ലേണിങ്ങിനോടൊപ്പം ചെറിയ രീതിക്കുള്ള റിസർച്ച് നടത്താനുള്ള സൗകര്യവും ഈ കുട്ടികൾക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതുവരെ അല്ലെങ്കിൽ ഇത്രയും ദിവസം നമ്മളിപ്പോൾ ഒരു 10th കഴിഞ്ഞിട്ട്
ഒരു സയൻസ് സ്ട്രീം എടുക്കുകയാണെങ്കിൽ സയൻസ് അല്ലെങ്കിൽ സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ പഠിക്കാൻ കഴിയുമുള്ളായിരുന്നുള്ളൂ. പക്ഷേ ഇനി മുതൽ അത് അങ്ങനെയല്ല. ഇപ്പോൾ നമ്മുടെ സയൻസ് സ്ട്രീം എടുക്കുകയാണ്, സയൻസിനോടൊപ്പം കൊമേഴ്സ് കൂടെ പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നമുക്ക് സയൻസും കൊമേഴ്സും ഒരേ സമയം തന്നെ പഠിക്കാൻ കഴിയുന്നതാണ്. അത് മാത്രമല്ല, ഇപ്പോൾ സയൻസ് കൊമേഴ്സ് മ്യൂസിക് കൂടെ പഠിക്കണമെന്നാണ് ആഗ്രഹമെങ്കിൽ സയൻസ് കൊമേഴ്സ് മ്യൂസിക് ഇത് മൂന്നും ഒരേ സമയത്ത് നമുക്ക് പഠിക്കാൻ കഴിയുന്നതാണ്. ഇത് മൂന്നിനും സെപ്പറേറ്റ് ആയിട്ടുള്ള മാർക്കിങ്ങും ഗ്രേഡിങ്ങും ഒക്കെ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ഈ ഒരു സിസ്റ്റം, അതായത് പുതിയ എഡ്യൂക്കേഷണൽ പോളിസി നമ്മുടെ എഡ്യൂക്കേഷണൽ സിസ്റ്റത്തെ കൂടുതൽ ഫ്ലെക്സിബിൾ ആക്കിയിട്ടുണ്ട് എന്ന് വേണം കരുതാൻ. സ്കൂൾ തലത്തിലുള്ള കുട്ടികൾക്കായി അടുത്തതായി കൊണ്ടുവന്ന ഒരു പ്രധാനപ്പെട്ട മാറ്റം എന്ന് പറയുന്നത് ബോർഡ് എക്സാമുകളെ വളരെയധികം ഈസി ആക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. 10th 12th ഈ 2 ബോർഡ് എക്സാമുകളും ഇനിയും കണ്ടിന്യൂ ചെയ്യുമെങ്കിലും ഈ ബോർഡ് എക്സാമുകളുടെ ലെവൽ വളരെയധികം കുറച്ചിരിക്കുകയാണ്. അഥവാ ഈ ബോർഡ് എക്സാമുകളുടെ ഇമ്പോർട്ടൻസ് വളരെയധികം കുറച്ചിരിക്കുകയാണ്. അത് മാത്രമല്ല, ഈ ബോർഡ് എക്സാമുകളെ 2 ഘട്ടമായിട്ട് എഴുതാനുള്ള ഒരു സംവിധാനവും ഈ പോളിസിയിൽ പറഞ്ഞിട്ടുണ്ട്. അതായത് ആദ്യത്തേത് ഒബ്ജക്റ്റീവ് ടൈപ്പും രണ്ടാമത്തേത് ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പും, ഇങ്ങനെ 2 ഘട്ടമായിട്ട് എഴുതാനുള്ള ഒരു ആശയവും ഈ പോളിസി മുൻവയ്ക്കുന്നുണ്ട്. ഇത് മാത്രമല്ല, ഈ ബോർഡ് എക്സാമുകൾ 2 വട്ടം എഴുതാനുള്ള ഒരു സൗകര്യവും കുട്ടികൾക്ക് ഈ പോളിസിയിൽ സജസ്റ്റ് ചെയ്യുന്നുണ്ട്. ഈ ബോർഡ് എക്സാമുകളിലൂടെ തന്നെ 3ാം തലത്തിലും 5ാം തലത്തിലും 8ാം തലത്തിലും ഒരു സ്കൂൾ രീതിക്കായിട്ടുള്ള എക്സാം നടത്താനും ഈ പോളിസിയിൽ സജസ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ എല്ലാ എക്സാമുകളും ഒരു കുട്ടിയുടെ ബേസിക് ആയിട്ടുള്ള നോളജിനെ ടെസ്റ്റ് ചെയ്യാൻ മാത്രമായിരിക്കും. അതുമാത്രമല്ല, ഒരു ഹോളിസ്റ്റിക് രീതിക്കുള്ള ഒരു മാർക്കിംഗ് ആണ് ഈ പോളിസി സജസ്റ്റ് ചെയ്യുന്നത്. അതായത് ഒരു കുട്ടിയുടെ എല്ലാ തരത്തിലുള്ള കഴിവുകൾക്കും സ്കില്ലുകൾക്കും പ്രാധാന്യം നൽകിക്കൊണ്ടുള്ളതാവണം ഇനിയുള്ള മാർക്കിംഗ് അഥവാ ഗ്രേഡിംഗ് എന്നാണ് ഈ പോളിസി സജസ്റ്റ് ചെയ്യുന്നത്. ഈ പോളിസിയിലെ അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് 5ാം ക്ലാസ് വരെ മാതൃഭാഷയിൽ പഠിപ്പിക്കണം അല്ലെങ്കിൽ പഠിക്കണം എന്നുള്ളതാണ്. പക്ഷേ ഇതൊരു സജഷൻ മാത്രമാണ്. ഇത് എത്രത്തോളം ഇംപ്ലിമെൻ്റ് ആകും അല്ലെങ്കിൽ ആകില്ല എന്നുള്ളതൊക്കെ നമ്മൾക്ക് വരും ദിവസങ്ങളിലെ അറിയാൻ കഴിയുകയുള്ളൂ. അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ 3 ലാംഗ്വേജ് പോളിസി അല്ലെങ്കിൽ 3 ലാംഗ്വേജ് ഫോർമുല ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. എന്താണ് ഈ 3 ലാംഗ്വേജ് ഫോർമുല എന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു കുട്ടി 3 ലാംഗ്വേജ് പഠിച്ചിരിക്കണം എന്നുള്ളതാണ് ഇത്. എങ്ങനെയാണ് ഈ 3 ലാംഗ്വേജ് ഡിസൈഡ് ചെയ്യുന്നു എന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ സ്റ്റുഡൻറ്റ്, സ്റ്റേറ്റ് ആൻഡ് റീജിയൻ ഈ 3 ഫാക്ടറും വെച്ചിട്ടാണ് ഈ 3 ലാംഗ്വേജ് ഡിസൈഡ് ചെയ്യുന്നത്. ഇതൊക്കെയാണ് സ്കൂൾ തലത്തിൽ ഈ പോളിസി കൊണ്ടുവന്നിട്ടുള്ള മാറ്റങ്ങൾ. ഇനി നമ്മൾ കോളേജ് തലത്തിലോട്ട് നോക്കുകയാണെങ്കിൽ കോളേജ് തലത്തിലും വളരെ വിപുലമായിട്ടുള്ള മാറ്റങ്ങളാണ് ഈ പോളിസി സജസ്റ്റ് ചെയ്യുന്നത്. അതിൽ ഏറ്റവും ആദ്യം നമ്മൾ എടുത്തു പറയേണ്ട കാര്യം 3 വർഷം ഉണ്ടായിരുന്ന UG കോഴ്സുകളൊക്കെ 4 വർഷമായി മാറ്റുന്നു എന്നുള്ളത് തന്നെയാണ്. പക്ഷേ ഇത് തികച്ചും ഓപ്ഷണലാണ്. നമുക്ക് വേണമെങ്കിൽ 3 വർഷം പഠിക്കാം, ഇല്ലെങ്കിൽ 4 വർഷം പഠിക്കാം. അപ്പോൾ പിന്നെ 4 വർഷം പഠിക്കുന്നത് കൊണ്ട് എന്താണ് ഉപകാരം എന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ 4 വർഷം ഒരാൾ പഠിക്കുകയാണെങ്കിൽ അയാൾ അടുത്ത് ഡയറക്റ്റായിട്ട് PhD ചെയ്യാനുള്ള ഒരു ലെവലിലേക്ക് എത്തിച്ചേരുന്നു. ഈ നാഷണൽ എഡ്യൂക്കേഷണൽ പോളിസി കോളേജുകൾക്കായി കൊണ്ടുവന്നിട്ടുള്ള അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് നോക്കുകയാണെങ്കിൽ മൾട്ടിപ്പിൾ എക്സിറ്റ് സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ എന്താണ് ഈ മൾട്ടിപ്പിൾ എക്സിറ്റ് സിസ്റ്റം? ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു കുട്ടി 1 വർഷം പഠിച്ചിട്ട് അല്ലെങ്കിൽ 2 വർഷം പഠിച്ചിട്ട് എന്തെങ്കിലും ഒരു കാരണം ഡ്രോപ്പ് ഔട്ട് ചെയ്ത് പോവുകയാണെങ്കിൽ അവൻ അത്രയും വർഷം പഠിച്ചു എന്നുള്ള ഒരു അംഗീകാരവും അവന് കിട്ടുന്നില്ല. പക്ഷേ ഇനി മുതൽ അത് അങ്ങനെയല്ല. ഇപ്പോൾ ഒരു കുട്ടി 1 വർഷം പഠിച്ചിട്ടാണ് ഡ്രോപ്പ് ഔട്ട് ചെയ്യുന്നത് എങ്കിൽ അവന് 1 വർഷം പഠിച്ചു എന്നുള്ളൊരു സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതാണ്. ഇനി ഒരു കുട്ടി 2 വർഷം പഠിച്ചിട്ടാണ് ഡ്രോപ്പ് ഔട്ട് ചെയ്തെന്നിരിക്കട്ടെ, അവന് ഡിപ്ലോമോ അല്ലെങ്കിൽ അവൻ പഠിച്ച കോഴ്സിലെ ഡിപ്ലോമോ സർട്ടിഫിക്കറ്റ് നൽകുന്നതാണ്. ഇനി ഒരു കുട്ടി 3 വർഷം കഴിഞ്ഞിട്ടാണ് ഡ്രോപ്പ് ഔട്ട് ചെയ്യുന്നതെന്നിരിക്കട്ടെ, അവന് ഡിഗ്രി സർട്ടിഫിക്കറ്റ് തന്നെ കൊടുക്കുന്നതാണ്. ഇനി ഒരു കുട്ടി 4 വർഷവും കംപ്ലീറ്റ് ചെയ്യാൻ അവൻ ഡയറക്റ്റായിട്ട് PhD ചെയ്യുന്ന ലെവലിലേക്ക് എത്തിച്ചേരും. കോളേജ് ലെവലിൽ ഈ പോളിസി സജസ്റ്റ് ചെയ്യുന്ന അടുത്ത മാറ്റം എന്ന് പറയുന്നത് മൾട്ടി ഡിസിപ്ലിനറി യൂണിവേഴ്സിറ്റി കൊണ്ടുവരാനുള്ള ഒരു തീരുമാനമാണ്. ഇത് പ്രകാരം IIT-യിലൊക്കെ ഇനി മുതൽ ആർട്സിനും എഞ്ചിനീയറിങ്ങിനുള്ള അതേ സ്ഥാനം അല്ലെങ്കിൽ അതിനൊരു ഇക്വാലൻ്റ് ആയിട്ടുള്ള സ്ഥാനം ഉണ്ടാകും എന്നുള്ളതാണ്. അത് മാത്രമല്ല, ഇന്ത്യയിലുള്ള എല്ലാ സിംഗിൾ സ്ട്രീം യൂണിവേഴ്സിറ്റിയും 2040 മൾട്ടി സ്ട്രീം ആക്കാനുള്ള ഒരു തീരുമാനവും ഈ പോളിസിയിൽ സജസ്റ്റ് ചെയ്യുന്നുണ്ട്. അടുത്തതായി ഈ പോളിസി കൊണ്ടുവരുന്ന ഒരു മാറ്റം എന്ന് പറയുന്നത് MPhil കോഴ്സുകളെ നിർത്തലാക്കുന്നു എന്നുള്ളതാണ്. UGC, AICTE, NCTE മുതലായ ബോർഡുകളെയൊക്കെ ഒരുമിച്ച് ചേർത്ത് ഒരു സിംഗിൾ ബോർഡാക്കി മാറ്റാനുള്ള തീരുമാനവും ഈ ഒരു പോളിസി പറയുന്നുണ്ട്. അത് മാത്രമല്ല, ഈ പോളിസി പറയുന്ന മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് നോക്കുകയാണെങ്കിൽ കോമൺ എൻട്രൻസ് എക്സാം, അതായത് യൂണിവേഴ്സിറ്റി കോഴ്സുകൾക്ക് വേണ്ടിയിട്ട് ഒരു കോമൺ എൻട്രൻസ് എക്സാം കണ്ടക്ട് ചെയ്യാനും ഈ പോളിസിയിൽ സജസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഈ പോളിസി കോളേജുകൾക്കായി സജസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ.
ഇത് മാത്രമല്ല വേറെയും ഒരുപാട് മാറ്റങ്ങളാണ് ഈ പോളിസി സജസ്റ്റ് ചെയ്യുന്നത്. അതിൽ ചിലത് ഇതൊക്കെയാണ്. അതായത് യൂണിയൻ HRD മിനിസ്ട്രിയുടെ പേര് മാറ്റി മിനിസ്ട്രി ഫോർ എഡ്യൂക്കേഷൻ എന്നാക്കുക, ഇന്ത്യയിലെ GDPയുടെ 6% എഡ്യൂക്കേഷന് വേണ്ടി ചിലവാക്കുക. ഇപ്പോൾ നമ്മൾ ചിലവാക്കുന്ന GDPയെ കമ്പയർ ചെയ്യുമ്പോൾ ഇത് വളരെ കൂടുതൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇത് നമ്മുടെ എഡ്യൂക്കേഷണൽ സിസ്റ്റത്തിൽ വളരെ നല്ല മാറ്റം തന്നെ ഉണ്ടാക്കുമെന്ന് നമുക്ക് കരുതാം. അതുമാത്രമല്ല ടീച്ചേഴ്സിന്റെ ക്വാളിഫിക്കേഷൻ 4 ഇയർ, അതായത് 4 വർഷത്തെ ഇന്റഗ്രേറ്റഡ് BEd ഡിഗ്രി ആക്കി ഉയർത്തുക, നാഷണൽ റിസർച്ച് ഫൗണ്ടേഷൻ ഉണ്ടാക്കുക, ഹയർ എഡ്യൂക്കേഷൻ കൗൺസിൽ ക്രിയേറ്റ് ചെയ്യുക, നാഷണൽ സ്കോളർഷിപ്പ് പോർട്ടൽ ഉണ്ടാക്കുക, അതുമാത്രമല്ല ഡിജിറ്റൽ ക്ലാസ്സുകൾ അല്ലെങ്കിൽ ഡിജിറ്റൽ എഡ്യൂക്കേഷൻ കൂട്ടുക. ഇതൊക്കെ ഈ പോളിസി സജസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇത്രയും നേരം നോക്കിയത് ഈ പോളിസിയിലുള്ള കാര്യങ്ങളും ഇതിന്റെ അഡ്വാൻറ്റേജസും ഒക്കെയാണ്. അപ്പോൾ ഈ പോളിസിക്ക് എന്തെങ്കിലും ഡിസഡ്വാൻറ്റേജ് ഉണ്ടോ, അല്ലെങ്കിൽ ഗവൺമെന്റ് പറയുന്ന പോലെ ഈ പോളിസി ഗ്ലോബൽ സ്റ്റാൻഡർഡൈസേഷനിലുള്ള ഒരു എഡ്യൂക്കേഷൻ തരുന്നതാണോ? പ്രഥമ ദൃഷ്ടിയാൽ നോക്കുകയാണെങ്കിൽ ഈ പോളിസിയിൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളൊന്നും നമുക്ക് തോന്നില്ല. പക്ഷെ 1-2 കാര്യങ്ങൾ നമുക്ക് ഇവിടെ നോക്കേണ്ടത് തന്നെയാണ്. അതിൽ ആദ്യത്തേതെന്ന് പറയുന്നത് 3 ലാംഗ്വേജ് ഫോർമുലയെ കുറിച്ചാണ്. അതായത് ഇപ്പോൾ ഒരു കുട്ടി, കേരളത്തിലുള്ള ഒരു കുട്ടി ചൂസ് ചെയ്യുന്ന 3 ലാംഗ്വേജ് ആയിരിക്കില്ല മറ്റേതെങ്കിലും സ്ഥലത്ത് കുട്ടികൾ ചൂസ് ചെയ്യുന്നത്. കാരണം ഈ പോളിസിയിൽ സ്റ്റേറ്റും റീജിയണും ഒരു പ്രധാനമായിട്ടുള്ള പങ്ക് വഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ നിന്നുള്ളൊരു കുട്ടി ഏതെങ്കിലും ഒരു രീതിയിൽ അവൻ്റെ എഡ്യൂക്കേഷൻ ഡിസ്കണ്ടിന്യൂ ചെയ്തിട്ട് മറ്റേതെങ്കിലും സ്ഥലത്ത് പോയി പഠിക്കേണ്ട ഒരു സാഹചര്യം വരികയാണെങ്കിൽ അവന് അവിടുത്തെ 3 ഭാഷകൾ പഠിക്കാൻ പറ്റുമോ എന്നുള്ള കാര്യം സംശയം തന്നെയാണ്. രണ്ടാമതായി നമുക്ക് കാണുന്ന ഒരു ഡിസഡ്വാൻറ്റേജ് എന്തെന്ന് പറഞ്ഞാൽ ഈ പോളിസിയിൽ സ്റ്റേറ്റ് ഗവൺമെന്റിനെ വലിയ രീതിക്ക് ഉൾപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ്. അതായത് ഒരു സ്റ്റേറ്റിലുള്ള കാര്യം ആ സ്റ്റേറ്റ് ഗവൺമെന്റിനെ കൂടുതലായിട്ട് അറിയാൻ സാധ്യതയുള്ളൂ. അതുകൊണ്ട് തന്നെ സ്റ്റേറ്റ് ഗവൺമെന്റിനെയും കൂടി ഉൾപ്പെടുത്തിയാണ് ഈ പോളിസി ഇറക്കിയിരുന്നുവെങ്കിൽ കുറച്ചുകൂടെ ഒരു ബെറ്റർ ആയിട്ടുള്ള ഒരു പോളിസി ആയിരിക്കുമായിരുന്നു എന്ന് തോന്നുന്നു. മൂന്നാമതായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ മാതൃഭാഷയിൽ പഠിക്കുക എന്നുള്ളതാണ്. ഉദാഹരണത്തിന് നോക്കുകയാണെങ്കിൽ കേരളത്തിലുള്ള ഒരു കുട്ടിയുടെ മാതൃഭാഷ ആയിരിക്കില്ല മറ്റ് സ്റ്റേറ്റുകളിലുള്ള കുട്ടികൾക്ക്. അതുകൊണ്ട് തന്നെ ഒരു കുട്ടി ഇവിടെ നിന്ന് എന്തെങ്കിലും ഒരു കാരണവശാൽ മറ്റ് സ്റ്റേറ്റിൽ പോയി അവൻ്റെ എഡ്യൂക്കേഷൻ കണ്ടിന്യൂ ചെയ്യുന്ന ഒരു സാഹചര്യം വരികയാണെങ്കിൽ അവന് അവിടുത്തെ ഭാഷ എത്രത്തോളം മനസ്സിലാക്കാൻ കഴിയും, അല്ലെങ്കിൽ അവന് ഈ മലയാളം തന്നെ അവിടെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു കാര്യം സംശയം തന്നെയാണ്. പക്ഷേ ഈ ഒരു പോളിസിയിൽ ഈ ഒരു വ്യവസ്ഥ ഒരു സജഷനിൽ വച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഇത് ഉറപ്പായിട്ടും ഇതൊരു ഡിസഡ്വാൻറ്റേജ് ആണ് എന്ന് പറയാൻ കഴിയില്ല. കാരണം ഇത് ഇംപ്ലിമെന്റ് ചെയ്യുന്നതിനനുസരിച്ച് മാത്രമേ ഇതൊരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് നമുക്ക് കണക്കാക്കാൻ കഴിയുകയുള്ളൂ. മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഈ ഒരു എഡ്യൂക്കേഷണൽ പോളിസി ഭാവി അധിഷ്ഠിതവും വളരെയധികം ഉപകാരപ്രദവുമായിട്ടാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. പക്ഷേ ഇത് ഏത് രീതിക്ക് ഇംപ്ലിമെന്റ് ചെയ്യപ്പെടും എന്നുള്ളത് നമ്മൾ കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഈ ഒരു എഡ്യൂക്കേഷണൽ പോളിസി ഉപകാരപ്രദമായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മാത്രമല്ല ഈ വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ഞങ്ങൾ ഇനി ഇടാൻ പോകുന്ന വീഡിയോയെക്കുറിച്ചുള്ള അപ്ഡേറ്റ് ലഭിക്കാനായിട്ട് ബെൽ ഐക്കോണും ക്ലിക്ക് ചെയ്യുക. നന്ദി.